ഇന്ത്യ കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ വിശാഖപട്ടണത്തിന് സമീപം നടത്തിയ ഒരു പരീക്ഷണം ലോകമാധ്യമങ്ങളുടെ തലക്കെട്ടായി മാറുകയാണ്. ഇന്ത്യ ഒരു ആണവ രാജ്യമാണ്, ആണവ അന്തർവാഹിനികൾ നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആണവ അന്തർവാഹിനികളിൽ നിന്ന് വിടാൻ കഴിയുന്ന ഒരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം അതീവ രഹസ്യമായി ഇന്ത്യ നടത്തി എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പത്രങ്ങളും ഒപ്പം തന്നെ വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. INS അരിഘട്ടിൽ നിന്നാണ് K4 സീരീസിൽപ്പെടുന്ന ഈ മിസൈലിന്റെ പരീക്ഷണം നടന്നത്. അഗ്നി 3 ആ ഒരു റേഞ്ചിൽ നിന്നുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സേനയുടെ പക്കലുള്ള രഹസ്യ ആയുധങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്നൊക്കെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതുന്നത്. ഏതായാലും 3500 കിലോമീറ്റർ റേഞ്ചാണ് ഈ മിസൈലിനുള്ളത്. നമുക്കറിയാം, സാധാരണഗതിയിൽ മിസൈലിന്റെ റേഞ്ച് പറയുമ്പോൾ അതിന്റെ 2-3 മടങ്ങ് പ്രഹരശേഷി അല്ലെങ്കിൽ ആ ദൂരം സാധാരണ മിസൈലുകൾക്ക് ഉണ്ടാകും. കാരണം ഒരു രാജ്യവും അതിന്റെ കൃത്യമായ ഒരു ദൂരമോ റേഞ്ചോ ഒന്നും തന്നെ വെളിപ്പെടുത്താറില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് 3500 കിലോമീറ്റർ ആണ് എന്ന് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത്. 2.5 ടൺ ഭാരമുള്ള ആണവ പോർമുന വഹിക്കാൻ ഇതിന് കഴിയും എന്ന് പറയുമ്പോഴാണ് അത് എത്രത്തോളം മാരകമാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ വ്യക്തമാണ്. INS അരിഘട്ടിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അരിഹന്ത് ക്ലാസ്സിലുള്ള ഏത് അന്തർവാഹിനിയിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും. ഇത് ആകാശത്തേക്ക് തൊടുത്തു വിട്ടുകൊണ്ട് അവിടെയും വലിയ സ്ഫോടനങ്ങൾ നടത്താൻ കഴിയും. ഒപ്പം തന്നെ ഇത്തരം അന്തർവാഹിനികളുടെ ഏറ്റവും പ്രത്യേകത വളരെ കാലം ഈ സമുദ്രത്തിനടിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൂടി. ഏതായാലും ഇതിനെക്കുറിച്ച് ഉള്ളൊരു വലിയ തലക്കെട്ട്, ഇല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പറയുന്നൊരു കാര്യം, ഇത് ഇന്ത്യയുടെ രഹസ്യ ആയുധങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ആയുധമായി ഇത് മാറും എന്നാണ് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.